ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 1 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഇന്ന് ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് ഞങ്ങളോട് ദയ ചൊരിയണമേ, കരുണ കാണിക്കണമേ എന്ന് സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം പൊട്ടി ഞാനും നിങ്ങളും നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. ഈ വചനം നൽകുന്ന കൃപ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ദൈവകരുണ ലോക ജനതയുടെ മേൽ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ, കർത്താവിൻ്റെ സഭയുടെ മേൽ ദൈവകരുണ കാട്ടുതീ പോലെ കത്തിപ്പടരുവാൻ ഹൃദയം തുറന്ന് നമ്മളൊരു മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മൾ ആകുലപ്പെടുത്തുന്ന ചിന്തകൾ, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, നമ്മുടെ കുടുംബം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, കടബാധ്യതകൾ, വിട്ടുമാറാത്ത രോഗപീഠകൾ, എന്തുമാവട്ടെ, നമ്മൾ ഒറ്റയ്ക്കല്ല സഹോദരങ്ങളെ. നമ്മെ വിളിച്ച കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവാണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ദൈവത്തിന്റെ റൂഹായേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അനുതാപം നൽകണമേ. മാനസാന്തരം നൽകണമേ. കാലത്തിന്റെ സൂചനകൾ തിരിച്ചറിഞ്ഞ് കൃപയോടെ ജീവിക്കാൻ പരിശുദ്ധ റൂഹായേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയം, കർത്താവിന്റെ തേജസ്സിനാൽ നമ്മൾ പ്രകാശിതരാകുന്ന സമയം, ദൈവത്തിന്റെ റൂഹായേ, റൂഹായേ, റൂഹായേ വരണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യാപനത്തിന് വേണ്ടി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ആഗ്രഹിച്ചൊന്നു ചേർന്ന് ഒരു മനസ്സോടെ കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആഗ്രഹത്തോടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആത്മബലം നമുക്ക് വേണ്ടേ? ആത്മബലത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നീ അറിയുന്നു. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ ആത്മാവേ കൃപ തരണമേ, അഭിഷേകം തരണമേ. പിൻമഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. ഹോളി സ്പിരിറ്റ് ദൈവജനത്തിന്റെ മേൽ ശക്തിയോടെ വരിക. ഒന്നിച്ചു പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിട്. ഓ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങ ദാസൻ കേകണമേ. ആഗ്രഹത്തോടെന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസൻ കേകണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസൻ. ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്കായി, ദാനഫലവരങ്ങൾക്കായി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മാവ് തരുന്ന അനുതാപത്തിനായി, പരിശുദ്ധ രൂഹ തരുന്ന മാനസാന്തര ജീവിതത്തിനായി, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ തീയായി പരിശുദ്ധ രൂഹ കത്തി പടരുവാൻ, പൈശാചിക കെട്ടുകൾ, നാരകീയ ബന്ധനങ്ങള് ദൈവത്തിന്റെ ആത്മാവിനാൽ തകർക്കപ്പെടുവാൻ കരമുയർത്തി ഒന്ന് ചേർന്ന് ഒരു മനസ്സോട് വിളിക്കുന്നു, പരിശുദ്ധ രൂഹായേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ശക്തിയോട് ഞങ്ങളുടെ മേൽ വരണമേ, ഞങ്ങളുടെ മധ്യേ വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക, കൃപയ്ക്കായി ആഗ്രഹിക്കുക, അഭിഷേകത്തിനായി ആഗ്രഹിക്കുക, പരിശുദ്ധാത്മ ശക്തിക്കായി ആഗ്രഹിക്കുക, തീ സാന്നിധ്യത്തിനായി, ഫയർ പ്രസൻസിനായി, ദൈവത്തിന്റെ രൂഹ തീ അഭിഷേകമായി, തീ സാന്നിധ്യമായി ഞങ്ങളുടെ മേൽ വരണമേ, ഞങ്ങളിൽ ജ്വലിക്കണമേ, പടരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, പൈശാചിക വ്യാപാരങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ, നാരകീയ പോരുകൾ യേശുനാമത്തിൽ അനന്ത ശക്തിയാൽ, യേശു വചനത്തിൽ അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ഗ്ലോറിയ 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 ഗ്ലോറിയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവജനത്തിന്റെ മേൽ, സഭയുടെ മേൽ, ലോക ജനതയുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കുക. റിലീസ് പവർ പവർ പവർ. ഭവനങ്ങളിലേക്ക് വരിക. ദൈവത്തിന്റെ റൂഹായേ, കർത്താവിന്റെ വചനത്തിനായി ഹൃദയങ്ങളെ തുറക്കണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ആഴമായ അനുതാപം നൽകണമേ, ഹൃദയ കാഠിന്യം നീക്കം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, മാനസാന്തരം നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, സഭയുടെ അമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അനുതാപത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നവംബർ മാസം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ഓർക്കുവാനും തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന മാസമാണ്. ഈ മാസത്തിൻ്റെ ആരംഭ ദിനങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ ഈ ലോകം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും സ്വർഗം കണ്ട്, നിത്യത കണ്ട്, നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ ജനം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ നമുക്ക് നൽകുന്ന ആലോചന, അനുദപിക്കുവാനുള്ള സമയമാണിത്. അനുദപിക്കുവാനുള്ള സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യതയുള്ള നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാലത്തിൻ്റെ സൂചനകളും ആനുകാലിക സംഭവങ്ങളും
ഇന്ന് ലോകത്തിൽ നടമാടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മൾ അനുതാപത്തോടെ മാനസാന്തര കൃപയിൽ ജീവിക്കേണ്ട സമയമാണിത്. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ ഇപ്രകാരം ഉദ്ഘോഷിച്ചു. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണിത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ ഈ വാക്കുകൾക്ക് മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ നാളുകളിൽ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. സുവിശേഷത്തിന് യോഗ്യമാം വിധം അനുതാപ ഹൃദയത്തോടെ ജീവിക്കേണ്ട കാലത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളെല്ലാം എത്തിയിരിക്കുന്നത്. ഇത് കഥ പറഞ്ഞും തമാശ പറഞ്ഞും ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും ആസ്വദിച്ചും നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഈ സമയങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ട കാലമല്ല ഇത്. കാലത്തിൻ്റെ സൂചന അറിയണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, റോമക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 11-ാം വചനത്തിൽ, നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണല്ലോ ഇത്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളിതെല്ലാം ചെയ്യുവാൻ. എൻ്റെ സഹോദരങ്ങളെ, ഇത് വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. നമ്മൾ ആത്മരക്ഷ ഉറപ്പുവരുത്തി ശ്രദ്ധയോടെ ജീവിക്കേണ്ട സമയം. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇന്ന് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചാൽ നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് നമുക്ക് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ നിയോഗങ്ങളിലും പെട്ടുകൊണ്ട് ഈ കൃത്യമായ യാഥാർത്ഥ്യം സത്യം മറന്ന് നമ്മൾ ജീവിക്കരുത്. നമ്മൾ ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയുമുള്ളവരായിരിക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട നമ്മൾ വെറും മറ്റ് മൃഗങ്ങളെ പോലെയല്ല. മറ്റ് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അവളിലുള്ള ആത്മാവാണ്. ദൈവത്തിൻ്റെ ശ്വാസം നമ്മിലുണ്ട്, ദൈവത്തിൻ്റെ കാറ്റ് നമ്മിലുണ്ട്. ഈ കാറ്റ് പോയാൽ നമ്മൾ ശവമായി. നമ്മുടെ ഈ ശരീരം അത് പിണമായി. സഹോദരങ്ങളെ, ആർക്കും പ്രയോജനമില്ലാത്ത ചേതനയറ്റൊരു വസ്തുവായിട്ട് മാറുകയാണ്. അപ്പം ആത്മാവാണ് എല്ലാറ്റിനെയും ഉത്തേജിപ്പിക്കുന്നത്. ആയതിനാൽ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കേണ്ട സമയം, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ട സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകരുത്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ മാറിപ്പോകരുത്. കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളിൽ നിന്ന് വിളിക്കപ്പെട്ടവരായി ഞാനും നിങ്ങളും വ്യതിചലിച്ചു പോകരുത്. അത് കർത്താവിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനം 17:30 ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധ റൂഹ സംസാരിക്കുകയാണ്. അജ്ഞതയുടെ കാലഘട്ടങ്ങൾ കർത്താവ് കണക്കിലെടുക്കുന്നില്ല.
എന്നാൽ ഇപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും, എല്ലാ ജനപദങ്ങളും, പ്രായവ്യത്യാസമില്ല, വിദ്യാഭ്യാസമോ കുലമഹിമയോ കുടുംബ പാരമ്പര്യമോ ഒന്നും ഇതിൽ വിഷയമല്ല. ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, ലോകത്തിലുള്ള സകല മനുഷ്യരും അനുദപിക്കണമെന്ന് കർത്താവ് ആജ്ഞാപിക്കുന്നു. ഇറ്റ്സ് എ കമാൻഡ്. അപ്പൊ എന്നെക്കുറിച്ച് എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ സഹോദരങ്ങളെ, അനുതാപത്തിൻ്റെ ആത്മാവിൽ ഞാൻ ജീവിക്കണം. അനുതാപത്തിൻ്റെ കൃപയിൽ ദിനം തോറും ഞാൻ വളരണം. ഈ സത്യം മറന്ന് ഞാൻ മുന്നോട്ട് പോയാൽ അധികം താമസിയാതെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, സന്തോഷ് കരുമത്ര കൃപയിൽ വീണുപോയി, കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അകന്നുപോയി, അദ്ദേഹം ലൗകികനായി. എൻ്റെ സഹോദരങ്ങളെ, ഏതൊരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. സകല മനുഷ്യരും അനുദപിക്കണം, പശ്ചാത്തപിക്കണമെന്ന് കർത്താവ് ആജ്ഞാപിക്കുകയാണ്. കർത്താവ് വെറുതെ പറയല്ല, ആജ്ഞാപിക്കുകയാണ്. അത് ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധിക്കില്ല. എന്തിനാണ് കർത്താവ് ഇത് ആജ്ഞാപിക്കുന്നത്? നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ കർത്താവിൻ്റെ മനസ്സ് തുടിക്കുകയാണ്. ആ മനസ്സ് നമുക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്? എൻ്റെ സഹോദരങ്ങളെ, വ്യതിചലിച്ചു പോകരുത്. ദൈവം തന്ന കൃപയിൽ നിന്ന്, കർത്താവ് നൽകിയ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞാനും നിങ്ങളും വ്യതിചലിക്കരുത്, മാറിപ്പോകരുത്. ഇത് സ്വർഗത്തിൻ്റെ നിലവിളിയാണ്. എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, കൊരിന്ത്യർക്കാർക്ക് 2-ാമത്തെ ലേഖനം 4:4 പറയാണ്, ഈ ലോകത്തിൻ്റെ ദേവനായ പിശാച് അവരുടെ മനസ്സിനെ അന്ധമാക്കി. ജ്ഞാനത്തിന്റെ പുസ്തകം 2:22 പറയുന്നു, ദുഷ്ടത അവരെ അന്ധരാക്കി. അപ്പൊ എന്താണ് അന്ധത? നമ്മുടെ ദുഷ്ടതയാണ്, നമ്മുടെ കാപഢ്യമാണ്, നമ്മിലുള്ള ലോകത്തിൻ്റെ മോഹങ്ങളും വ്യഗ്രതകളും മ്ലേച്ഛതകളുമാണ് നമ്മളെ അന്ധരാക്കി മാറ്റുന്നത്, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്. കർത്താവിൻ്റെ വചനം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം, കർത്താവ് തരുന്ന ആലോചനകൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഹൃദയം കഠിനമായി പോകുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുക ദുഷ്ടത മൂലമാണ്. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിനെ എൻട്രി കിട്ടുകയാണ്. അവന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അവൻ എന്താ ചെയ്യുന്നത്? അതാ പൗലോസ് പറയുന്നത്, നമ്മുടെ മനസ്സിനെ അന്ധമാക്കുന്നു, നമ്മുടെ മൈൻഡിനെ പിശാച് ബൈൻഡ് ചെയ്യുകയാണ്. തന്മൂലം ശ്രദ്ധിച്ച നിങ്ങൾ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വമേറിയ പ്രകാശം, ആ ഗ്ലോറി അവർക്ക് ദൃശ്യമാകുന്നില്ല, കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അനേകര് കർത്താവിനെ അറിയാതെ പോകുന്നത്? നമ്മുടെ പ്രാർത്ഥനകളും ആത്മീയ കാര്യങ്ങളും എല്ലാം ഒരു ചടങ്ങായി, ഒരു അനുഭവമില്ലാതെ നമ്മൾ ഈ മുന്നോട്ട് പോകുന്നതിന് കാരണം എന്താ സഹോദരങ്ങളെ? നമ്മൾ അറിയുന്നത് നമ്മുടെ മനസ്സ് അന്ധമായിട്ടുണ്ട്, എവിടെയൊക്കെ അന്ധമായിട്ടുണ്ട്. നമ്മുടെ ഹൃദയം പഴയതുപോലെ സോഫ്റ്റ് അല്ല, അത് സ്ലോലി കഠിനമായി മാറിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? ഈ ലോകത്തിൻ്റെ ദുഷ്ടത, ഈ ലോകത്തിൻ്റെ സ്വാധീനം, ഈ ലോകത്തിൻ്റെ നിറങ്ങൾ, വർണ്ണങ്ങൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ സുഖലോലുപതകൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്നു. ഈ സ്വാധീനം നമ്മൾ അന്ധരാക്കി മാറ്റും. സഹോദരങ്ങളെ, ഇത് വെറും വാക്കായി നിങ്ങൾ കാണരുത്. അനുദപിക്കുവാനുള്ള സമയമാണിത്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കേണ്ട നാളുകൾ. അതാണ് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് അനേകർ ധരിച്ചു വെക്കുന്നത് നമ്മളിവിടെ സ്ഥിരം താമസിക്കാൻ വന്നവരാണെന്നാണ്. നമുക്ക് മുന്നമേ ഈ ലോകം വിട്ട് പോയവർക്ക് എന്താ നമ്മോട് പറയാനുള്ളത്? നമ്മൾ ഈ ലോകത്തിൽ വെറും പരദേശികളാണ്, നമ്മളിവിടെ അന്യരാണ്. നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം എത്രയോ നിസ്സാരമാണ്. അത് സെക്കൻഡുകൾ പോലുമില്ല പ്രിയപ്പെട്ടവരെ.
ഇതിനു വേണ്ടിയാണ് നമ്മളിവിടെ കടിപിടി കൂടുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കാട്ടുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി, നശ്വരമായ ഈ ശരീരത്തിൻ്റെ ഭോഗേച്ഛകൾക്ക് വേണ്ടി, അതിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർ, മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന വിധത്തിലുള്ള വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ, മ്ലേച്ഛതകൾ, വിശ്വാസത്യാഗികളായ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ദൈവനിഷേധങ്ങളും ദൈവദൂഷണങ്ങളും, കർത്താവിനെ പരസ്യമായി അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള പ്രവൃത്തി ദോഷങ്ങൾ ഇന്ന് ലോകത്തിൽ ഒരുപാട് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. ജീസസ്. പക്ഷെ അവനും അവളും അറിയുന്നില്ല ഒരു ദിവസം ഈ ലോകം വിട്ടു പോകേണ്ടവരാണെന്ന്. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത്, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മൾ നിത്യത കണ്ട് ജീവിക്കണം. നമ്മുടെ ആത്മരക്ഷ മുറുകെ പിടിച്ച് ജീവിക്കണം. നിത്യജീവന്റെ ജീവിതം ദിനംതോറും നമ്മൾ ഈ ലോകത്തിൽ നയിക്കണം. നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ അന്യരാണ്, നമ്മളിവിടെ പ്രവാസികളാണ്. ഈ സത്യം മറന്നു പോകരുത്. ഇത് മറന്ന് പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഞാനും നീയും ജീവിച്ചാൽ അത് വലിയ അപകടമാണെന്ന് കർത്താവിൻ്റെ വചനം ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് തരികയാണ്. എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? വെളിപാട് പുസ്തകം 9:21 പറയുന്നു, അവർ ചെയ്ത കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ച് അവർ അനുതപിച്ചില്ല. ഇതാണ് കർത്താവിൻ്റെ വലിയ സങ്കടം. താൻ വിളിച്ചവരെ, സ്വന്തം രക്തം കൊടുത്ത് താൻ വിലയ്ക്ക് വാങ്ങി തൻ്റെ പ്രിയപ്പെട്ടവരെ താൻ അവഹേളിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അനുതപിക്കാതെ കർത്താവിനെ മറന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം പൊട്ടുകയാണ്. അവിടുന്ന് ഒരുപാട് നൊമ്പരപ്പെടുകയാണ്. അവിടുന്ന് തീവ്രമായ ദുഃഖത്തിൽ നിലവിളിക്കുകയാണ്, അപ്പാ അപ്പാ. കർത്താവിൻ്റെ കണ്ണുനീര് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സഹോദരങ്ങളെ, നമ്മളിത് തിരിച്ചറിയണം. അവർ അനുതപിച്ചില്ല. അവരുടെ ജീവിതത്തിൽ വന്നുപോയ കഠിനമായ പാപങ്ങളെ ഓർത്ത്, കർത്താവിനോട് കാണിച്ച അവഹേളനങ്ങളെ പ്രതി അവർ അനുതപിച്ചില്ല. വെളിപാട് 16:11 പറയുന്നു, അവർ ദൈവമായ കർത്താവിനെ ദുഷിച്ചതല്ലാതെ അവരുടെ പ്രവൃത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുക, അവർ അനുതപിച്ചില്ല, അവർ അനുതപിച്ചില്ല, അവർ അനുതപിച്ചില്ല. ഇത് ഞാനും നിങ്ങൾ ഉൾപ്പെടുമോ? നമ്മൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുമോ? അനുതപിക്കാത്തവരുടെ കൂട്ടത്തിൽ, പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടുമോ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ജാഗ്രതയോടെ നിങ്ങൾ ഭവനത്തിലാവട്ടെ, സമർപ്പിത സമൂഹത്തിലാകട്ടെ, യാത്രയിലാകട്ടെ, ശാലോം ടെലിവിഷനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. യെസ്, നമ്മൾ ഏത് കൂട്ടത്തിലാണ്? ഹെബ്രായ പുസ്തകം 10:38 പറയുന്നുണ്ട്, പിന്മാറി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? അത് ആത്മരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? അനുതാപമില്ലാതെ ഹൃദയ കഠിനതയോടെ ഞാനും നിങ്ങളും ജീവിച്ചാൽ നമ്മൾ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമെന്ന് ജീവിക്കുന്ന ജീവനുള്ള കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. യെസ്, റിപ്പന്റ്. കർത്താവ് പറയുന്നു, അനുദപിക്കുക. നീ ഒന്ന് കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. എൻ്റെ മകനെ, മകളെ, ഞാൻ നിന്നെ കഴുകാം, ഞാൻ നിന്നെ ശുദ്ധീകരിക്കാം, ഞാൻ നിന്നെ ഏറ്റെടുക്കാം, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാം. കർത്താവിൻ്റെ വാക്കുകൾ ചങ്കിലേക്ക് ഏറ്റെടുത്ത് ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അനുതാപ ഹൃദയത്തോടെ,
മാനസാന്തര കൃപയിൽ ജീവിക്കാൻ, ഈ ലോകത്തിലെ വെറിക്കുത്തുകളെ വിട്ടുകളയുവാൻ, നമ്മുടെ ജീവിതത്തിൽ പിശാച് ഏതെങ്കിലും വിധത്തിൽ വിതച്ചിരിക്കുന്ന ജഡത്തിൻ്റെ മ്ലേച്ഛതയുടെ കളകളെ പിഴുതുകളയാൻ കർത്താവിന് അനുവദിച്ചുകൊണ്ട് അവിടുത്തെ അധികമായി സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.